പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അതിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ UN പൂർണ്ണമായിട്ടും ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് UN സെക്യൂരിറ്റി കൗൺസിലാണ് ഇത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നിരപരാധി ചമയാനുള്ള ശ്രമം പാളിയെന്നാണ് ഇതേ തുടർന്ന് രൂക്ഷ വിമർശനം കൗൺസിൽ അംഗങ്ങളിൽ നിന്ന് പാകിസ്ഥാന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പഹൽഗാമിനെ കുറിച്ചുള്ള തിരക്കഥ അംഗീകരിക്കാൻ വിസമ്മതിച്ച കൗൺസിൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ പാകിസ്ഥാന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് ആഗോള തലത്തിൽ തന്നെ പാകിസ്ഥാന്റെ മുഖത്തിനേറ്റ അടിയാണ്. IMFും ലോകബാങ്കും അടക്കം പാകിസ്ഥാന് കടം കൊടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് പാകിസ്ഥാന് കൂടുതൽ തിരിച്ചടിയായിട്ട് മാറും. 26 പേര് കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൈബയുടെ പങ്ക് ഈ ഒരു ചർച്ചയിൽ, അതായത് സുരക്ഷാ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ലഷ്കറിന്റെ പങ്കിനെ കുറിച്ച് അംഗങ്ങൾ പാക് പ്രതിനിധിയോട് പല ചോദ്യങ്ങളും ചോദിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആണവായുധത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വീരവാദത്തെ കൗൺസിൽ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളെ മതത്തിന്റെ പേരിലാണ് ലക്ഷ്യമിട്ടത് എന്ന് പാകിസ്ഥാനോട് കൗൺസിൽ കൃത്യമായും വ്യക്തമാക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് അടച്ചിട്ട മുറിയിലാണ് ചർച്ച നടന്നതെങ്കിലും പാകിസ്ഥാനെ അതിനകത്തിട്ട് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്നാണ് വ്യക്തമാവുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിലെ 10 താൽക്കാലിക അംഗങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയ്ക്കിടെ അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചതായി ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാൻ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിലും പാകിസ്ഥാന്റെ ഈ വാദങ്ങളൊന്നും തന്നെ ഒരു രാജ്യങ്ങളും, പ്രത്യേകിച്ച് രക്ഷാസമിതിയിലുള്ള രാജ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒരു പിന്തുണ തേടിയിരുന്നുവെങ്കിലും അവർ പ്രതീക്ഷിച്ച പിന്തുണയും ലഭിച്ചിട്ടില്ല. ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ടാണ് കാണുന്നത്. അന്താരാഷ്ട്ര പിന്തുണ തേടാനുള്ള പാകിസ്ഥാന്റെ അവസാനത്തെ ശ്രമമാണ് ഇതോടെ പാഴായി പോയിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏതാനും ചില രാജ്യങ്ങൾക്ക് പാകിസ്ഥാനോട് ഒരു തുറന്ന സമീപനമുണ്ടെങ്കിലും പല രാജ്യങ്ങളും തുറന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, പല രാജ്യങ്ങൾക്കും പാകിസ്ഥാനോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിലും ഇന്നത്തെ മാറുന്ന ലോകത്തെ ഇന്ത്യയുടെ പ്രാധാന്യവും പങ്കാളിത്തവും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദവും കണക്കിലെടുത്തുകൊണ്ട് പണ്ട് കാലങ്ങളിൽ പാകിസ്ഥാനെ തുറന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് കാണാൻ കഴിയും. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാലിക്കുന്ന മൗനം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇറാൻ ആണെങ്കിലും പാകിസ്ഥാനോട് മാത്രമായിട്ട് ഒരു പ്രത്യേകമായ സ്നേഹമോ അല്ലെങ്കിൽ സപ്പോർട്ടോ പ്രകടിപ്പിക്കുന്നില്ല. ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ പോലും പാകിസ്ഥാന് കിട്ടുന്നില്ല. മാത്രമല്ല, സുരക്ഷാ കൗൺസിൽ ചേർന്നപ്പോൾ ചൈന എപ്പോഴത്തെയും പോലെ പാകിസ്ഥാന്റെ കൂടെ നിൽക്കും എന്നത് മാറ്റി നിർത്തിയാൽ വേറെ ഒരു രാജ്യങ്ങളുടെയും, എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിൽ വരുന്ന ഫ്രാൻസിന്റെയോ ബ്രിട്ടന്റെയോ പിന്തുണ കിട്ടുന്നില്ല, അമേരിക്കയുടെ പിന്തുണയില്ല. എന്തിന്, റഷ്യയുടെ പോലും ഒരു ന്യൂട്രൽ സ്റ്റാൻഡെങ്കിലും കിട്ടിയാൽ മതിയെന്ന്, ന്യൂട്രലായിട്ടൊന്ന് റഷ്യ നിന്ന് കിട്ടിയാൽ മതിയെന്ന് പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലും പാകിസ്ഥാന് കിട്ടാത്ത ഒരു സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ ചൈനയുടെ സ്വാധീനത്തിന് പുടിൻ വഴങ്ങിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇപ്പോൾ ഈ വിഷയത്തിൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ ഉയർത്തുന്ന വാദം ലോകരാജ്യങ്ങൾ സമ്മതിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പുറകിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്, റഷ്യക്ക് കിട്ടിയിട്ടുണ്ട്, ബ്രിട്ടന് കിട്ടിയിട്ടുണ്ട്, ഉറപ്പായും ഫ്രാൻസിനും കിട്ടിയിട്ടുണ്ടാവും. നിരായുധരായിട്ടുള്ള ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് തിരഞ്ഞു പിടിച്ച് നടത്തിയ ഈ ഒരു ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിടുന്നതിന് കാരണമാവുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാവുക എന്നതിനപ്പുറം പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ IMFും വേൾഡ് ബാങ്കും പോലെയുള്ള ഓർഗനൈസേഷൻസ് നൽകി വരുന്ന ഫണ്ട് നൽകാതെയാവും. പാകിസ്ഥാനെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇത് തള്ളിയിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.